വെള്ളത്തിലേക്ക് മുങ്ങി. ആ നഗ്നമേനി പൊങ്ങി വരുന്നത് കാണാൻ ഹരിക്കൊതിയോട് കാത്തുനിന്നു. എന്താ അവൾ വരാത്തത്? വരും വരാതെ 5 മിനിറ്റ് 43 സെക്കൻഡ്. വെരി പുവർ. മൂടോട്ടാണ്ട മൂസാക്ക, നമുക്കൊന്നും കൂടി മുങ്ങാന്നേ. അറിയാല 8 മിനിറ്റാണ് വേൾഡ് റെക്കോർഡ്. എന്താടാ അറിഞ്ഞോ? ജെയിംസ് ക്രൂള്ള സിനിമ ഡയറക്ട് ചെയ്യാൻ പോകുന്നു. സരോജ് കുമാറിന്റെ ഡേറ്റ് കിട്ടി. കഥയുടെ ത്രെഡ് കേട്ടതും ഇഷ്ടപ്പെട്ട ഡേറ്റ് കൊടുക്കായിരുന്നു. സോഫിയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അങ്ങനെ പൊടി പിടിച്ച് കിടന്ന ജെയിംസ് അച്ചായം വരെ പ്രശസ്തനായി. മൂസാക്കന്റെ കാര്യം ആലോചിക്കുമ്പോഴാ കഷ്ടം. എന്റെ മൂസാക്ക, നിങ്ങൾ ഇങ്ങനെ ബൈക്കിടിച്ചും പാമ്പടിയേറ്റും ഫയർഫോഴ്സിന്റെ കയ്യിൽ കുടുങ്ങിയും ജീവിതം വെറുതെ പാഴാക്കല്ലേ. ഇതിലും ഭേദം മിക്ക ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോണതാ. ഇല്ലടാ സുമേഷ്, മുന്നോട്ട് വെച്ച കാലിനി പിന്നോട്ട് വെക്കില്ല. മയ്യത്തായാലും വേണ്ടില്ല. ഇപ്രാവശ്യം ലോക റെക്കോർഡ് ഞാൻ തിരുത്തും. നീ കണ്ടോ? ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ വെള്ളത്തിനടിയിൽ ഏറ്റവും കൂടുതൽ സമയം ശ്വാസം പിടിച്ചിരുന്നവൻ ഈ ഖാദർ മൂസയായിരിക്കും. എന്നാ കണ്ണാടിക്കൂട്ടിലിട്ട് പാമ്പുകൾ കൂട്ടക്കടി കടിച്ച ശേഷം ഇതാ സ്ഥിതി. പല പിപിയോ മകുടിയോ അടുത്തൂടെ പോയാ മതി, ഞാൻ പാമ്പിനെ പോലെ ആയിപ്പോ. എന്റെ ദൈവമേ, കത്തി ഉണ്ടായിരുന്നേ അത് മിടർത്തിയേനെ. യെസ്, ഖാദർ മൂസ is ready for the battle. Breath holding attempt. മോൾക്ക് എഴുതാൻ നല്ല വേഗതയുണ്ടല്ലോ. പലരും സിനിമ സ്ക്രിപ്റ്റ് എഴുതാൻ മാസങ്ങളാണ് എടുക്കുന്നത്. എനിക്കറിയില്ല പപ്പ, ആരും എന്നെ കൊണ്ട് പറഞ്ഞെഴുതിക്കും പോലെ ഞാനങ്ങ് എഴുതുകയാണ്. ആധാരം അമ്മ, ഞാൻ വരൂ. ഡാഡി, അവർ രണ്ടാളും എന്നോട് ഒന്നും മിണ്ടിയില്ല. നീ എവിടെയായിരുന്നു, നിനക്ക് സുഖമാണോ ഒന്നും ചോദിച്ചില്ല. എന്ത് പാരന്റ്സ്, എന്ത് ബന്ധം. മറഡോണ പഠിക്കാത്തവൻ, തെമ്മാടി, ഫൂൾ. അറിയോ, +2 വരെ ഞാൻ നന്നായി പഠിച്ചിരുന്നവനാ. എന്താ +2 കഴിഞ്ഞപ്പോ നിന്റെ തലച്ചോറ് ആവിയായി പോയാ? ഇല്ല, പക്ഷേ എന്റെ സ്വപ്നങ്ങൾ ആവിയായിപ്പോയി. 10th പാസ്സായ കമ്പ്യൂട്ടർ, +2 ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായാൽ ബൈക്ക്. ഇതൊക്കെയായിരുന്നു ഡാഡിയുടെ വാഗ്ദാനങ്ങൾ. ഒന്നും വാങ്ങി തന്നില്ല. കൂട്ടുകാരുടെ മുമ്പിൽ ഞാൻ വെറും ബെഡായിക്കാരൻ മാത്രമായി. ഒരു ചെരുപ്പ് പോലും ഇല്ലാതെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. ഉണ്ടാവാം എന്ന് വെച്ച് ഞാൻ എനിക്ക് ചെരുപ്പ് കിട്ടിയാൽ ഇടാതെ നടക്കണം? ഡിഗ്രിക്ക് ചേരാൻ നേരത്ത് കൊമേഴ്സ് പഠിക്കാൻ തീരെ താല്പര്യമില്ലാതിരുന്ന എന്നെ ഡാഡി നിർബന്ധിച്ച് കൊമേഴ്സിന് ചേർത്തു. എന്നിട്ട് ഞാൻ പഠിച്ചു. 2 പേപ്പർ ഇപ്പോഴും കിട്ടാനുള്ളൂ. എന്നിട്ടോ ബിസിനസ് ചെയ്യാൻ കാശ് ചോദിച്ചപ്പോ ബുദ്ധിയില്ലാത്തവൻ എന്ന് പറഞ്ഞ് കളിയാക്കി. അങ്ങനെയുള്ള ഒരാളെ ഞാൻ എന്തിനനുസരിക്കണം? പ്രിയപ്പെട്ടവരെ, ശ്രീ ഖാദർ മൂസയുടെ ജലാഭ്യാസ പ്രകടനം ഉടൻ ആരംഭിക്കാൻ പോവുകയാണ്. കൈവരിപ്പുഴയിൽ ഖാദർ മൂസയുടെ അഭ്യാസം തുടങ്ങാൻ പോവുകയാണ്. ഈ മൂസാക്കയ്ക്ക് ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? വെറുതെ. അയാളത് നിർത്തണമെങ്കിൽ അയാളുടെ ഭാര്യ സീനത്ത് മടങ്ങിയെത്തണം. പിണങ്ങിപ്പോയ ഭാര്യ തന്റെ പ്രശസ്തി കണ്ട് മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ച പാവം ഇതൊക്കെ ചെയ്യുന്ന. അന്നാ കുളത്തിലെ റെക്കോർഡ് ഞാനാണ് ഫയർഫോഴ്സിനെ വിളിപ്പിച്ച് തകർത്തത്.
റെക്കോർഡിന് വേണ്ടി മൂസ വെള്ളത്തിൽ മുങ്ങും. എന്നാൽ പെട്ടെന്നുണ്ടാകുന്ന അടിയൊഴുക്ക് കാരണം കുറച്ചകലെ തകർന്നു കിടക്കുന്ന ബോട്ടിനുള്ളിലെ വലയിൽ കാൽ കൊടുക്കും. അപ്പൊ മൂസാക്ക അങ്ങനെ കുറെ നേരം കിടന്നാൽ അയാൾ മരിക്കും. നോ ഏഞ്ചൽ, മൂസാക്കാനെ രക്ഷപ്പെടുത്തണം പ്ലീസ്. എന്റെ ഇന്നത്തെ വരം മൂസാക്കാനെ രക്ഷപ്പെടുത്തണം. ഒരു ഏഞ്ചൽ, ഇനി ഒരു വരം എനിക്ക് വേണ്ട. ഒന്നിനും കൊള്ളാത്തൊരു വരം. Mr. Kadar Musa is making an attempt to break the 8-minute breath-holding world record. So all the best to Mr. Kadar Musa. Thank you. ഹലോ ഫയർഫോഴ്സ്. അതെ സർ, ഇവിടെ അടുത്തുള്ള കൈവരി പുഴയില് ഖാദർ മൂസയ്ക്ക് അപകടം. രക്ഷിക്കണം സർ. ഖാദർ മൂസയ്ക്ക് അല്ലേ? പോടാ റാസ്കൽ. സർ, കുറെ നാളായി നീ പലതും പറഞ്ഞ് ഞങ്ങളെ ഇട്ടിങ്ങനെ വട്ട് കളിപ്പിക്കുന്നു. എന്താണ് നിനക്കൊക്കെ തമാശ കളിക്കാനാണോ ഫയർഫോഴ്സ് ഇവിടെ ഞങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നത്? സർ, സർ. എന്തായാലും നമുക്ക് കൈവരി പുഴ വരെ ഒന്ന് പോയിട്ട് വരാം. ബൈ ബൈ. പ്രിയപ്പെട്ടവരെ, 8 മിനിറ്റിന്റെ റെക്കോർഡ് നേർക്കുവാൻ വേണ്ടി നമ്മുടെ മൂസാക്ക വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിരിക്കുകയാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. മാറണോ ഇവിടെ? മാറി മാറി എന്റെ പൊന്നു സാറേ, ഈ തവണെങ്കിലും മൂസാക്കാന്റെ പരിപാടി പൊളിക്കരുത്. ഓക്കെ ഓക്കെ, ഇനി ഒരിക്കലും ഫയർഫോഴ്സിന് അബദ്ധം പറ്റില്ല. അദ്ദേഹം റെക്കോർഡ് നേടട്ടെ. ഫയർഫോഴ്സിന്റെ എല്ലാ ആശംസകളും. താങ്ക് യു ഫയർഫോഴ്സ്. അപ്പൊ ചട്ടിത്തൊപ്പിക്കാരോ? ഓക്കെ. Mr. Kadar Musa has broken the previous record.
Musa set a new record, a time of 9 minutes and 10 seconds. മരണോണ സത്യത്തിൽ എനിക്ക് എന്താണ് സംഭവിച്ചത്? മൂസാക്ക ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം എല്ലാവരോടും. മരണോണ എന്താ സംഭവിച്ചത്? മൂസാക്കയ്ക്ക് അപകടം പറ്റിയെന്ന് കരുതിയാ ഞാൻ ചാടിയത്. പക്ഷേ ഞാൻ എത്തുമ്പോഴേക്കും മൂസാക്ക പൊങ്ങി വന്നു.